അപ്പം മീനച്ചാറാണ് ഇന്നത്തെ വിഭവം. അതിന് വേണ്ടിയിട്ട് സൂത ചെറിയ പീസാക്കിയത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, പിന്നെ കരിവേപ്പില. പണ്ട് തോലും കെട്ട് കെട്ടിയാൽ മതിയാ, വെട്ടിക്കൊണ്ട് വെച്ച് ആവശ്യത്തിന് മതി. കണ്ടിട്ട് ആ മുമ്പാടും അത് മതി. കുറച്ച് ഇഞ്ചി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്, അതിന് കോരി ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ വിറകടുപ്പിലേ ഇങ്ങനെ ഒന്ന് വെന്തോട്ടെ. അപ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാം. മതി, ഇനി വീണ്ടും വേവിക്കാനുള്ളതാണ്. ഇനി നമുക്ക് ചെറിയ ഉള്ളി, അതിന് കൂടെ പച്ചമുളക്, ഇതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഇന്ന് കോരി വയ്ക്കാം. നല്ലവണ്ണം ഒന്ന് മുരിച്ചെടുക്കാം. നല്ല എണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. ഇതിൽ ചേർക്കുന്ന ഒരു സാധനത്തിനും വെള്ളം ഉണ്ടാവരുത്. അതുകൊണ്ട് നമ്മളെല്ലാം വറുത്ത് കോരിയിട്ട് രണ്ടാമത് മിക്സ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് മീനച്ചാറ് കേടുകൂടാതെ കുറേ ദിവസം ഇരിക്കത്തുള്ളൂ. ഗ്യാസ്മലല്ല, നല്ല അടുപ്പ് കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ ഗ്യാസ്? എനിക്ക് തോന്നുന്നു അപ്പോൾ വറുത്ത് വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി എല്ലാം നമ്മൾ അതിലേക്കിട്ടിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി, ആയിക്കോട്ടെ, ചെറിയ സ്പൂണോ, മഞ്ഞൾ കുത്തും, ഒരു 1/2 സ്പൂണ് ഉപ്പ് ചേർത്തോ. ഉപ്പിട്ടത് വേവിച്ചതാണ്, എന്നാലും വേണ്ടില്ല, ഒരു 1/2 മതി. അത്രയും വേണ്ട. ഉലുവപ്പൊടി സ്പൂണോ, 1.5 സ്പൂണ് കേട്ടോ. കുരുമുളക് പൊടി, അതിലേക്ക് നമുക്ക് മീനിട്ടിട്ട് ഇളക്കാം. ചെറു ചൂടിൽ ഇങ്ങനെ വേവട്ടെ. ഒന്ന് വേട്ടെ. കുറച്ച് സുറുക്ക് വയ്ക്കാം. മതി. മക്കളെ, ഇതാണ് നമ്മളുടെ മീനച്ചാറ്. എങ്ങനെയുണ്ട് കാണാൻ?